ഹലോ നമസ്കാരം. ഇന്ന് ഒരു ബാങ്ക് ഇന്റീരിയർ ചെയ്യുന്നത് കണ്ടാലോ? 5 സ്റ്റാഫുകൾ മാത്രമുള്ള ചെറിയൊരു ബ്രാഞ്ചാണിത്. കൊമേഴ്സ്യൽ ഇന്റീരിയർ വിഭാഗത്തിൽപ്പെടുന്നതാണ് ബാങ്കുകളൊക്കെ. ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഇന്റീരിയർ വർക്കുകളോ സിവിൽ വർക്കുകളോ ചെയ്യുമ്പോൾ വീടുകളുടെയോ മറ്റു കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെയോ ഇന്റീരിയർ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഡിസൈനർ അത് അറിഞ്ഞിരിക്കുകയും വേണം എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇന്റീരിയർ ഡിസൈനിംഗ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെയും മെറ്റീരിയൽസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. വീടുകളുടെ ഇന്റീരിയർ കൂടുതലും ആസ്വദിക്കുന്നത് ആ വീട്ടുകാരും ആ വീട്ടിൽ വരുന്ന ചുരുക്കം ചില അതിഥികളുമാണ്. വീട്ടുകാരുടെ താൽപര്യം മുൻനിർത്തി തീമുകൾ സെലക്ട് ചെയ്യാം, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം, ഡിസൈൻ സെലക്ട് ചെയ്യാം, വർക്കുകൾ ചെയ്യാം. എന്നാൽ ഒരു കൊമേഴ്സ്യൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുക എന്ന ധർമ്മമാണ് അവിടുത്തെ ഡിസൈനിങ്ങിന് നിർവഹിക്കുവാനുള്ളത്. അതായത് എല്ലാത്തരം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ഡിസൈനിങ് ചെയ്യേണ്ടത് എന്നർത്ഥം. അത് ഏതൊരു ഡിസൈനറെ സംബന്ധിച്ചും വലിയ വെല്ലുവിളി തന്നെയാണ്. ബാങ്കുകളുടെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളിൽ ഡിസൈനർക്ക് നല്ല അറിവുണ്ടായിരിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ട്രോങ് റൂം നിർമ്മിക്കുക എന്നത്. പല ബാങ്കുകളിലും ഇന്റീരിയർ ചെയ്യുന്നതിനോട് ഒപ്പമാകും സ്ട്രോങ് റൂമും നിർമ്മാണവും നടക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം ഡിസൈനിങ് ചെയ്യുവാനും നിർമ്മാണം നടത്തുവാനും. ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ ഭിത്തി കെട്ടുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. ആ കോൺക്രീറ്റ് ഭിത്തിയുടെ കനം, കമ്പികളുടെ സൈസ്, ഏത് രീതിയിലാണ് കമ്പികൾ ലേ ചെയ്യുന്നത്, അവയുടെ അളവുകൾ, കോൺക്രീറ്റ് ചെയ്യുന്ന ഗ്രേഡ് എന്നിവയെല്ലാം വളരെ കൃത്യമായി പാലിച്ചു തന്നെ വേണം സ്ട്രോങ് റൂം നിർമ്മിക്കുവാൻ. സ്ട്രോങ് റൂമിന്റെ ഡോറുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇരുമ്പ് കൊണ്ടുള്ള വലിയ കനമുള്ള കൂറ്റൻ വാതിലുകൾ. ആ ഡോറുകൾ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് ഭിത്തികൾ ഒരുക്കേണ്ട ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഡോറ് വെക്കുന്ന ഭാഗത്ത് കമ്പികൾ കൊണ്ട് നിർത്തേണ്ട ചില രീതികളുണ്ട്. അതൊക്കെ ഒരു ഡിസൈനർ വളരെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് 2 അടി 4 അടി ഡിജിറ്റൽ ടൈലിലാണ്. അത് ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരുന്നു, സ്ഥലത്തിന് കൂടുതൽ വലുപ്പവും തോന്നിപ്പിക്കുന്നു. ഫർണിച്ചറുകൾ ചെയ്യുമ്പോൾ കൗണ്ടറുകൾ അല്ലെങ്കിൽ ടേബിളുകൾ എന്നിവയുടെ മിനിമം സൈസ് എത്ര വേണം, സൈസ് മിനിമം ആണെങ്കിലും നിർബന്ധമായും അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന് ഒരു ഡിസൈനർ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് വേണം അവിടെ ഡിസൈനിങ്ങും പ്ലേസിംഗും നടത്തുവാൻ. ഒരു സ്റ്റാഫിനുള്ള കൗണ്ടറിൽ എന്തൊക്കെ വെക്കുവാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ, പ്രിന്റർ, വെയിങ് മെഷീൻ, റണ്ണിംഗ് വൗച്ചറുകളും ലെഡ്ജറുകളും വെക്കുവാനുള്ള ചെറിയ ഇടങ്ങൾ, കസ്റ്റമർക്ക് സ്ലിപ്പുകളോ അല്ലെങ്കിൽ റെസിപ്റ്റുകളോ സൈൻ ചെയ്യാനുള്ള സ്ഥലം എന്നിവ ടേബിൾ ടോപ്പിൽ ഒരു സ്റ്റാഫിന് തന്നെ ആവശ്യമുണ്ട്. കൂടാതെ അതേ ടേബിളിൽ തന്നെ കീബോർഡ് വേണം, CPU സ്റ്റാൻഡ് വേണം, ഡ്രോയറുകൾ വേണം, ക്യാബിൻ വേണം, ഫുഡ് റെസ്റ്റ് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വേണം ഫർണിച്ചർ ഡിസൈനിങ് ചെയ്യുവാൻ. ഇതുപോലുള്ള സൗകര്യം എത്ര സ്റ്റാഫുണ്ടോ അത്രയും ടേബിളുകളിലും അനുബന്ധ കാര്യങ്ങളും ഒരുക്കേണ്ടതാണ്. ഇതുകൂടാതെ സുരക്ഷയുടെ ഭാഗമായി കസ്റ്റമറിന്റെയും സ്റ്റാഫിന്റെയും വേർതിരിക്കുന്ന ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷനും ആവശ്യമാണ്. കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കിംഗ്, CCTV, അലാം എന്നിവയൊക്കെ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇലക്ട്രിക്കൽ ഡ്രോയിംഗ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ പ്ലേസിംഗ്, ലൈറ്റുകൾ തമ്മിലുള്ള അകലം എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ലൈറ്റ് പ്ലേസിംഗ് വളരെ പ്രധാനമാണ്. സ്റ്റാഫുകളുടെ തലയുടെ നിഴൽ ടേബിളിലോ കമ്പ്യൂട്ടറിലോ വരുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മോണിറ്ററിൽ ലൈറ്റ് അടിച്ച് ഗ്ലെയർ വരുവാനും സ്ക്രീനിൽ അവ്യക്തത ഉണ്ടാകുവാനും ഇതുമൂലമുള്ള നിരന്തര ഉപയോഗത്തിലൂടെ കണ്ണിന് പ്രശ്നത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് പ്ലേസിംഗ്, അവയുടെ ക്വാളിറ്റി എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
നമ്മളുടെ ഈ പ്രൊജക്ട് ഈ ചെറിയ സൗകര്യത്തിലും RBIയുടെ എല്ലാ റൂൾസുകളും പാലിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഡിസൈനിങ്ങും എല്ലാം ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലൈവുഡ് 710 ഗ്രേഡിലാണ്. ഈ പ്ലൈവുഡിലാണ് മുഴുവൻ സ്ട്രക്ചറും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫിനിഷ് ആവട്ടെ ലാമിനേറ്റ് ആണ്. 1 mm തിക്നെസ് ഉള്ള ലാമിനേറ്റ് ആണ്. അത് 2 തരമാണ്. വുഡൻ ഗ്രെയിൻസ് ഉള്ളതും മാർബിൾ ഫിനിഷ് ഉള്ളതും. ഈ 2 തരത്തിലുള്ള ലാമിനേറ്റുകളും ചില ഏരിയകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പേസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഈ വളരെ ചുരുങ്ങിയ സ്ഥലത്തും ധാരാളം സ്റ്റോറേജ് ഏരിയകൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഫുൾ ഹൈറ്റ് ഉള്ളതാണെങ്കിലും ഓവർഹെഡ് സ്റ്റോറേജ് ആണെങ്കിലും ഈ ബാങ്കിലേക്ക് ആവശ്യമായ സ്റ്റോറേജ് ഇവിടെ പല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിന്റെ ഹെവി ഇഞ്ചസ് വരുന്ന സ്ഥലത്ത് എല്ലാവരും സ്ട്രോങ് റൂം ഡോറ് കണ്ടിട്ടുണ്ടാവും. ആ ഡോറിന് വലിയ 2 ഇഞ്ചസാണ് മുകളിലും താഴെ ഉണ്ടാകുക, വലിയ വലുപ്പത്തിലുള്ളത്. അത് ഈ ഡോറ് തുറക്കുന്ന ഭാഗത്ത് ഒരു സ്റ്റോറേജ് ഉണ്ട്. സാധാരണഗതിയിൽ ആ ഭാഗത്ത് സ്റ്റോറേജ് ആരും ഉണ്ടാക്കാറില്ല, കാരണം ഇത് ഡോറ് വന്ന് തട്ടുന്നുമുണ്ട്. പോരാത്തതിന് അതിന്റെ ഇഞ്ചസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ആ ഇഞ്ചസ് ഉള്ള ഭാഗം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുക. പക്ഷെ നമ്മളുടെ സ്ഥലപരിമിതി മൂലം നമ്മൾ അവിടെ കൂടി സ്റ്റോറേജ് പണിയുകയും ഈ ഡോറിന്റെ ഇഞ്ചസ് വരുന്ന ഭാഗം, ഡോറിലേക്ക് മുട്ടുന്ന ഭാഗം, സ്റ്റോറേജിന് ഡോറിലേക്ക് മുട്ടുന്ന ഭാഗം അവിടെ നമ്മൾ ഇഞ്ചസ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഡോറിൽ ക്രമീകരണങ്ങൾ നടത്തി. അപ്പോൾ നമുക്ക് ശകലം പോലും വേസ്റ്റ് ആവാതെ പൂർണ്ണമായിട്ടും അവിടെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. 5 സ്റ്റാഫുകൾ ഉള്ള ഈ ബാങ്കിൽ മാനേജർക്ക് ഒരു ക്യാബിനും ക്യാഷ് കൌണ്ടർ, 2 ക്ലറിക്കൽ സ്റ്റാഫ്, ഒരു ഗോൾഡ് ലോൺ എന്നിങ്ങനെ 5 സ്റ്റാഫുകൾക്കുള്ള സൗകര്യങ്ങളും വിസിറ്റേഴ്സ് ലോഞ്ച്, സെർവർ, ബാറ്ററി, UPS റൂം, പാൻട്രി, വാഷ് ഏരിയ, ടോയ്ലറ്റ് തുടങ്ങി എല്ലാ ആധുനിക ബാങ്കുകളിലും കാണുന്ന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാൾ പാനലിംഗ്, പില്ലർ പാനലിംഗ് എന്നിവയെല്ലാം നടത്തി മോഡേൺ രീതിയിൽ തന്നെയാണ് ബാങ്ക് ഒരുക്കി വരുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്യുന്നുമുണ്ട്. ഇവിടുത്തെ സീലിംഗുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. 2 തരം ഫോൾ സീലിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പകുതി ഏരിയ ജിപ്സം ബോർഡ് കൊണ്ടുള്ള ജിപ്രോക്കിന്റെ സീലിംഗ് ആണ്. ബാക്കി പകുതി ഏരിയ ACP ഷീറ്റ് കൊണ്ടുമാണ് ചെയ്യുന്നത്. ഇത് 2 ലെവലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മുഴുവൻ ജോലികളും തീർത്ത് താക്കോൽ കൊടുക്കാമെന്നാണ് കരുതുന്നത്. എന്നിരുന്നാലും ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ തൊഴിലാളികൾക്ക് എത്തിപ്പെടാനും മെറ്റീരിയൽസ് കിട്ടുവാനുള്ള കാലതാമസം കൊണ്ട് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ബാങ്കിന്റെ ഈ ഇന്റീരിയർ പ്രൊജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. ഞാൻ ഷാജി PD, കോഴിക്കോട്.